സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയ്ക്കായി UDF യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരും. ഘടകകക്ഷികളുടെ കടുത്ത അതൃപ്തിക്കിടെ സീറ്റ് വിഭജനത്തിൽ ഏകദേശ ധാരണയുണ്ടാക്കാനാണ് ശ്രമം. ലീഗും കേരള കോൺഗ്രസ് മാണിയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നടത്തിയ സാഹചര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കിടയില്ല. ജേക്കബ് ഗ്രൂപ്പിന് ഒരു സീറ്റ് കൂടി നൽകുന്ന കാര്യം യോഗം പരിഗണിക്കും. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുന്നു. സജേഷ്, ഘടകകക്ഷികൾ ഇടഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷികളെ ഏത് വിധത്തിൽ പാട്ടിലാക്കാനാകും UDFന്റെ ഇന്നത്തെ ശ്രമം? എന്തൊക്കെ ധാരണകളാണ് ഉൾത്തലങ്ങളിൽ രൂപം കൊള്ളുന്നത്? യോഗം എപ്പോൾ തുടങ്ങും? വിശദാംശങ്ങൾ. അജിംഷാദ്, യോഗം അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. കൂടുതൽ ചർച്ചകൾക്ക് യോഗത്തിൽ ഇടയില്ല. ഇക്കാര്യത്തിൽ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച് സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയായിട്ടുണ്ട്. ആ ധാരണ അംഗീകരിക്കുന്നതിനുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ഘടകകക്ഷികളോട് ആവശ്യപ്പെടുകയായിരിക്കും ഉണ്ടാകുക. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ മാത്രം ഒരു സീറ്റ് അധികം നൽകിയേക്കും. ജേക്കബ് ഗ്രൂപ്പ് 4 സീറ്റിൽ മത്സരിച്ചിരുന്നിടത്ത് ഒരു സീറ്റ് മാത്രമാണ് നൽകിയത്. അതിൽ പ്രതിഷേധിച്ച ജോണി നെല്ലൂർ ഉന്നതാധികാര സമിതി അംഗത്വവും പാർട്ടി ചെയർമാൻ സ്ഥാനവും രാജിവെക്കുകയും ചെയ്തു. തരൂർ സീറ്റ് കൂടി കേരള കോൺഗ്രസ് ജേക്കബിന് നൽകുന്നതിനുള്ള ഒരു ആലോചനയാണ് UDFൽ നടക്കുന്നത്. മറ്റ് ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഏതാണ്ട് കോൺഗ്രസ് നേതൃത്വവും ഘടകകക്ഷികളും തമ്മിൽ അതൃപ്തികൾക്കിടയിലും ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റിൽ മത്സരിക്കാൻ മുസ്ലിം ലീഗ് സമ്മതിച്ച സാഹചര്യത്തിൽ മാണിക്ക് കൂടുതൽ സീറ്റ് ലഭിക്കില്ല. 15 സീറ്റിൽ മാണി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു. RSP 5 സീറ്റിലും JDU 7 സീറ്റിലും മത്സരിക്കും. ഇക്കാര്യത്തിൽ ഒരു ധാരണയുണ്ടാക്കുക, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നത് മാത്രമായിരിക്കും UDF യോഗത്തിന്റെ അജണ്ട. അല്പസമയത്തിനകം യോഗം തുടങ്ങും. അജിംഷാദ്. ശരി, സജേഷാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനുള്ളിൽ UDF യോഗം തിരുവനന്തപുരത്ത് തുടങ്ങും. മറ്റു വാർത്തയിലേക്ക്. കൊല്ലത്തിനും പിന്നാലെ ചടയമംഗലത്തും പുനലൂരിലും റബൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാനൊരുങ്ങുന്നു. ചിതറ മധു ചടയമംഗലത്തും പുനലൂരിൽ സഞ്ജയ് ഖാനും പുനലൂർ മധുവും മത്സരിക്കും. അതേസമയം കൊല്ലത്തെ VM സുധീരന്റെ സ്ഥാനാർത്ഥിക്കെതിരെ A ഗ്രൂപ്പ് രൂക്ഷ വിമർശനം നടത്തി രംഗത്തെത്തി. കൊല്ലം മണ്ഡലത്തിലെ VM സുധീരന്റെ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിക്കെതിരെ I ഗ്രൂപ്പിന് പിന്നാലെ A ഗ്രൂപ്പും രംഗത്തെത്തി. അന്തരിച്ച A ഗ്രൂപ്പ് നേതാവ് കരുമാലിൽ സുകുമാരന്റെ ഭാര്യയും കൗൺസിലറുമായ ഉദയ സുകുമാരൻ അതിരൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ശ്രീ സൂരജ് രവിയുടെ പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് അറിയുമ്പോൾ അദ്ദേഹം തേവള്ളിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം DCCയുടെ വൈസ് പ്രസിഡൻ്റാണ്, KPCCയുടെ ഭാരവാഹിയാണ്. പക്ഷേ എന്നിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ വാർഡിൽ എന്താണ് കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചത്? ഒരു പ്രാവശ്യം മത്സരിച്ചപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പോയി, 4-മതൊരു സ്ഥാനം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് 2 പ്രാവശ്യവും ഇടതുപക്ഷത്തിന് കൊടുക്കേണ്ടി വന്നു തേവള്ളി. ഇപ്പോഴോ ഒരു BJPയുടെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയും ചെയ്തു. അതേസമയം പുനലൂരിൽ ലീഗ് സ്ഥാനാർത്ഥി യൂനിസ് കുഞ്ഞിനെതിരെ കോൺഗ്രസ് നേതാക്കന്മാരായ പുനലൂർ മധുവും സഞ്ജയ് ഖാനും മത്സരിക്കാനൊരുങ്ങി. ചടയമംഗലത്ത് കോൺഗ്രസ് വക്താവ് MMSനെതിരെ ചിതറ മധു മത്സരിക്കാൻ തീരുമാനിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഞാൻ ജനിച്ചു വളർന്ന നാട്, ഞാൻ 24 മണിക്കൂർ രാഷ്ട്രീയപ്പെടുന്ന നാട്, ആ നാട്ടിലെ ജനങ്ങളെ കാര്യം നോക്കുന്ന ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഷാനവാസിനും അവസരം വേണ്ടി എഴുതി മാറ്റിവെച്ചിരിക്കുന്നതൊന്നും അല്ലല്ലോ. തീറെന്ന് വെച്ചിട്ടൊന്നുമില്ലല്ലോ. മുസ്ലിം ലീഗിനും NDPക്കും മാത്രം തീറെഴി വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനും എന്നെ കണക്കുള്ള ആളുകൾ എന്തിനാണ് ഈ രാഷ്ട്രീയപ്പെടുന്ന നടന്നത്? മുസ്ലിം ലീഗിന് വേണ്ടെങ്കിൽ ഷാനവാസിനെ കൊടുക്കും, അല്ലെങ്കിൽ ഹസനെ കൊടുക്കും എന്ന് പറഞ്ഞാൽ അവരാരാവട്ടെ. എനിക്കെന്താണ് അയോഗ്യത? അതാണ് ആദ്യം എനിക്കറിയേണ്ടത്. എന്തുകൊണ്ട് എൻ്റെ ഈ അപേക്ഷ 50 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷം ഞാൻ പ്രകടിപ്പിച്ച എൻ്റെ ഈ ഒരു അപേക്ഷ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? INUCയും സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ കൊല്ലം ജില്ലയിലെ UDF രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേരള നിയമസഭയിൽ ആദ്യമായിട്ടാണ് രംഗമായിട്ട് വരുന്നത്. അദ്ദേഹം വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സാമാജികനാണ് എന്ന് എനിക്ക് വ്യക്തമാക്കി പറയാൻ സാധിക്കും. അദ്ദേഹം എല്ലാ ദിവസവും സഭയിൽ വന്നു, അതിൻ്റെ ഒരു പ്രശംസയും അഭിനന്ദനവും ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും ഒരു MLAയുടെ കടമകൾ 2ആണ്. ഒന്ന് നിയമസഭയ്ക്കകത്തുള്ള തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക,
2 നിയമസഭയ്ക്ക് പുറത്ത് തന്നെ വിജയിപ്പിച്ച ജനങ്ങളോട്, നിയോജക മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങളോട് പാനമയിൽ കള്ളപ്പണ നിക്ഷേപമുള്ളവരിൽ മലയാളിയും തിരുവനന്തപുരം സ്വദേശിയും സിംഗപ്പൂരിൽ സ്ഥിരതാമസക്കാരനുമായ ജോർജ് മാത്യുവിനാണ് കള്ളപ്പണ നിക്ഷേപമുള്ളതായി പുറത്തു വന്നിരിക്കുന്നത് വിവരം. എം സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സന്തോഷ്, നേരത്തെ തന്നെ പ്രമുഖ സിനിമാ നടന്മാരടക്കം അമിതാഭ് ബച്ചൻ അടക്കമുള്ളവരുടെ ലിസ്റ്റുകൾ പുറത്തെത്തിയിരുന്നു. ഈ ഘട്ടത്തിലാണ് ഒരു മലയാളിയും. എന്തൊക്കെ വിവരങ്ങൾ, വിശദാംശങ്ങൾ? അജിംഷാദ്, സിംഗപ്പൂരിലുള്ള സ്വദേശി ജോർജ് മാത്യുവിന്റെ പേരാണ് ഇപ്പോൾ പുറത്തു വന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റായ ജോർജ് മാത്യുവിന് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡുകളിലെ കമ്പനികളുടെ പേരിൽ കള്ളപ്പണ നിക്ഷേപം ഉള്ളതായാണ് രേഖകളിൽ വ്യക്തമാകുന്നത്. സിംഗപ്പൂരിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ജോർജ് മാത്യു. പനാമ രേഖകളിൽ ഇദ്ദേഹത്തിന്റെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കള്ളപ്പണ നിക്ഷേപത്തിന് സഹായമൊരുക്കുന്ന പനമയിലെ നിയമസഹായ സ്ഥാപനം മൊസാക്കോ ഫോർസെക്കയുടെ പുറത്തായ രണ്ടാം ഘട്ട രേഖകളിലാണ് ജോർജ് മാത്യുവിന്റെ വിലാസമുള്ളത്. കേരളത്തിലെയും സിംഗപ്പൂരിലെയും വിലാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 12 വർഷമായി വിദേശത്ത് താമസിക്കുന്ന തനിക്ക് ഇന്ത്യയിലെ നികുതി നിയമങ്ങളോ RBI ചട്ടങ്ങളോ ബാധകമല്ല എന്നാണ് ജോർജ് മാത്യുവിന്റെ വിശദീകരണം. അതേസമയം പനാമ രേഖകൾ പുറത്തു വന്നതോടെ വിവിധ രാജ്യങ്ങൾ ഇത് സംബന്ധിച്ച അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്ക് കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന വിവരം പുറത്തായതോടെ ഐസ്ലാൻഡ് പ്രധാനമന്ത്രി ഗൻസാഗൻ രാജിവെച്ചു. 2G സ്പെക്ട്രം അഴിമതിയിൽ ഇടനിലക്കാരിയായ നീര റാഡിയയ്ക്ക് മൊസാക് ഫോർസെക്കയുമായി ബന്ധമുണ്ടെന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ പുറത്തു വന്ന രേഖകളിൽ സിനിമാ താരങ്ങളായ അമിതാഭ് ബച്ചന്റെയും ഐശ്വര്യ റായിയുടെയും പേരുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരിടത്തും കള്ളപ്പണ നിക്ഷേപം ഇല്ലെന്നാണ് ഇരു താരങ്ങളുടെയും വിശദീകരണം. അജിംഷ. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. പാനമ കമ്പനികളിൽ ഭാര്യയ്ക്ക് കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന വാർത്ത പുറത്തായതോടെ ഐസ്ലൻഡ് പ്രധാനമന്ത്രി സിഗ്മണ്ടർ ഡേവിഡ് രാജിവെച്ചു. പനാമ രേഖകളിൽ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ രാജി തേടി വൻ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിസഭ പിരിച്ചുവിടണമെന്ന പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്നാണ് രാജി. പനാമ രേഖകളിൽ പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ പ്രത്യാഘാതമാണിത്. വിദേശത്ത് കമ്പനി രൂപീകരിച്ച് ദശലക്ഷക്കണക്കിന് ഡോളർ ഇടപാട് ഗാംഗ്ലൌഡ്സൺ നടത്തിയതായി പാനമ രേഖകളിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ ആവശ്യം തള്ളിയ പ്രധാനമന്ത്രി പാർലമെന്റ് പിരിച്ചുവിടണമെന്ന് പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മുന്നണിയിലെ സഖ്യകക്ഷികളോട് ആലോചിച്ച ശേഷമേ തീരുമാനം എടുക്കുകയുള്ളൂ എന്നായിരുന്നു പ്രസിഡന്റ് ഒലിവോ റാഗ്നർ ക്രിംസന്റെ നിലപാട്. ഇതേ തുടർന്നാണ് ഗാംഗ്ലൌഡ്സന്റെ രാജി. വ്യാഴാഴ്ച പാർലമെന്റിൽ പ്രതിപക്ഷം അവിശ്വാസം അവതരിപ്പിക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി പിരിച്ചുവിടൽ നീക്കം നടത്തിയത്. രാജി ആവശ്യപ്പെട്ട തലസ്ഥാനമായ റെയ്ക്യാവിക്കിൽ വൻ പ്രതിപക്ഷ പ്രകടനം നടന്നിരുന്നു. വിൻഡ്രീസ് എന്ന തട്ടിക്കൂട്ട് കമ്പനിയുടെ സഹോടമയാണ് ഗാംഗ്ലൌഡ്സൺ എന്ന വിവരമാണ് പാനമ രേഖകളിൽ പുറത്തുവന്നത്. രേഖകൾ പ്രകാരം ഇദ്ദേഹത്തിന്റെ ഭാര്യയും കമ്പനിയുടെ ഉടമയാണ്. ദശലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള കുടുംബസ്വത്ത് നികുതി വെട്ടിച്ച് സൂക്ഷിച്ചു എന്നാണ് ഗാംഗ്ലൌഡ്സണെതിരായ ആരോപണം. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ നികുതി വെട്ടിപ്പെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പാനമ രേഖകൾ പുറത്തുവന്നതിനു ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ പ്രത്യാഘാതമാണ് ഐസ്ലൻഡ് പ്രധാനമന്ത്രിയുടെ രാജി. ഇന്റർനാഷണൽ ഡെസ്ക്. ലിബിയയിൽ മലയാളി IT ഉദ്യോഗസ്ഥനുൾപ്പെടെ 4 പേരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ കൊളത്വയൽ നെല്ലുവേലിൽ ജോസഫിന്റെ മകൻ റജി ജോസഫിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ അൽ ദിവാൻ IT കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ്. മറ്റ് 3 പേരും ലിബിയക്കാരാണ്. 31 വൈകിട്ടാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും സംസ്ഥാന സർക്കാർ. സൗജന്യ അരി വിതരണം തടഞ്ഞ കമ്മീഷൻ നടപടിക്കെതിരെ സർക്കാർ കോടതിയെ സമീപിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് സർക്കാർ പുതിയതായി ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കാൻ പോകുന്ന നിലപാട്? അജിംഷാദ്, ഇന്നിപ്പോൾ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോടതിയെ സമീപിക്കാനാണ് നിലവിൽ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ബഡ്ജറ്റിലായിരുന്നു ഇത്തരത്തിൽ നേരത്തെ 1 രൂപയ്ക്ക് നൽകിയിരുന്ന അരി സൗജന്യമായി വിതരണം ചെയ്യാനായി തീരുമാനിച്ചിരുന്നത്. അത് ഏപ്രിൽ 1 മുതൽ നടപ്പാക്കാനായിരുന്നു സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ
ഇത്തരത്തിൽ ഒരു സൗജന്യ അരി വിതരണം അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ ബാധിക്കും എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നത്. നേരത്തെ കുടിവെള്ള വിതരണത്തിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൗജന്യ അരി വിതരണം അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ ബാധിക്കുകയില്ല, പ്രത്യേകിച്ചും അത് ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഈ സൗജന്യ അരി വിതരണം തുടരാൻ അനുവദിക്കണം എന്ന് കാട്ടിക്കൊണ്ടാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കണ്ണൂർ ജില്ലയിൽ പേരാവൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി കൺവെൻഷനുകൾ പൂർത്തിയായി. വൻ ജനസാന്നിധ്യമായിരുന്നു കൺവെൻഷനുകളിൽ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരിനെ താഴെയിറക്കേണ്ടത് അനിവാര്യമാണെന്നും അഴീക്കോട് മണ്ഡലവുമായും ഇടതുമുന്നണിയുമായും പൊക്കിൾക്കൊടി ബന്ധമാണ് അഴിമതിക്കെതിരെയുള്ള ഇടതുമുന്നണി പോരാട്ടത്തിൽ പങ്കാളിയാവാൻ തന്നെ സന്നദ്ധനാക്കിയതെന്നും MV നികേഷ് കുമാർ പറഞ്ഞു. നൂറുകണക്കിന് ആളുകളാണ് കണ്ണൂർ ജില്ലയിൽ ഇടതുമുന്നണി നടത്തിയ കൺവെൻഷനുകളിൽ പങ്കെടുക്കാനെത്തിയത്. ദൃശ്യമാധ്യമ രംഗത്ത് കണ്ടുശീലിച്ച മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിന്റെ രാഷ്ട്രീയ രംഗപ്രവേശം അടുത്തറിയാനും വാക്കുകൾ കേൾക്കാനുമായി നിരവധി ആളുകളാണ് അഴീക്കോട് പുതിയ തെരുവിലെ നിത്യാനന്ദ സ്കൂളിൽ നടന്ന ഇടതുമുന്നണി മണ്ഡലം കൺവെൻഷനിൽ എത്തിയത്. ഭരണരംഗത്തുള്ളവർ തന്നെ പരസ്പരം അഴിമതി ആരോപണങ്ങൾ നടത്തുന്ന അവസ്ഥയിൽ ഒരു ഭരണമാറ്റം കേരളത്തെ രക്ഷിക്കാൻ ആവശ്യമാണെന്നും ഇത് ഇടതുമുന്നണിയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂവെന്നും അഴീക്കോട് മണ്ഡലവുമായും ഇടതുപക്ഷവുമായുള്ള തന്റെ പൊക്കൽക്കൊടി ബന്ധം അതാണ് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കിയതെന്നും MV നികേഷ് കുമാർ പറഞ്ഞു. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞാൻ എന്ന വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ട് എങ്കിൽ എനിക്കൊരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട് ഈ പ്രസ്ഥാനത്തോട്. ആ പൊക്കിൾക്കൊടി ബന്ധം ഞാൻ ഉപയോഗിക്കും. ഈ ഭരണത്തെ അടിച്ചു പുറത്താക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ, ആ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് എനിക്കാവുന്ന വിധത്തിൽ ചെയ്യും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. TV രാജേഷ് സ്ഥാനാർത്ഥിയായ കല്യാശ്ശേരി മണ്ഡലം കൺവെൻഷൻ NCP സംസ്ഥാന സെക്രട്ടറി ബാബു കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന കണ്ണൂർ, കൂത്തുപറമ്പ്, ഇരിക്കൂർ അടക്കം 10 മണ്ഡലം കൺവെൻഷനുകളിലും വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ബിനോയ് കുര്യൻ സ്ഥാനാർത്ഥിയായ പേരാവൂർ മണ്ഡലം ഇടതുമുന്നണി കൺവെൻഷൻ 9-ന് നടക്കും. ഇതോടെ കണ്ണൂർ ജില്ലയിലെ ഇടതുമുന്നണിയുടെ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാവും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നടന്മാരായ മുകേഷും ജഗദീഷും രാഷ്ട്രീയ നേതാക്കളായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. കൊല്ലം പ്രസ് ക്ലബിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് രണ്ടുപേരും മനസ്സ് തുറന്നത്. നടന്മാരായി ഇരുവരും പലതവണ മീറ്റ് ദി പ്രസിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരായി ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ രാഷ്ട്രീയക്കാരെക്കാൾ കൃത്യമായിരുന്നു മറുപടികൾ. ജഗദീഷിന്റെ അഭിപ്രായമല്ല തന്റേതെന്നും ഇടതുപക്ഷ രാഷ്ട്രീയമാണ് തന്റേതെന്നും മുകേഷ് തുറന്നടിച്ചു. അത്തരമൊരു സംവാദത്തിനല്ല ഞങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം അത് നിലനിർത്താൻ പറയാം. ജഗദീഷ് പറഞ്ഞ കാര്യങ്ങൾ ജഗദീഷിൻ്റെതാണ്. അല്ല, ജഗദീഷും മുകേഷും കൂടെ പറഞ്ഞു ഇന്നാര് ചെയ്തു, അതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹവും, ഞാൻ പറഞ്ഞത് ഞാനും. ഇത്രയും സൗഹൃദമായിട്ട് കലാകാരന്മാരെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ വന്നു. ഞങ്ങൾക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാട് വേറെയാണ്, അതും ജഗദീഷ് പറഞ്ഞു. അങ്ങനെ രണ്ടും കൂടെ കൂട്ടിക്കൊടുക്കരുത്. പിന്നെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ 100% ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, കൊടുത്തിരിക്കും. എന്നാൽ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നും തനിക്കും രാഷ്ട്രീയം പക്ഷേ ഉണ്ടെന്നും ജഗദീഷ് പറഞ്ഞു. സാധാരണഗതിയിൽ അവരവരുടെ സ്ഥലത്ത് മാത്രമാണ് സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെടുക. ഇല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക്, VIP-കൾക്ക് തിരുവനന്തപുരംകാരനാണെങ്കിലും കണ്ണൂരിൽ നിന്ന് മത്സരിക്കാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം വാരണാസിയിൽ മത്സരിച്ചു. അങ്ങനെ VIP-കൾക്ക് മാത്രമുള്ള പരിഗണനയാണ് ഇത്. സ്വന്തം മണ്ഡലം വിട്ട് എവിടെ നിന്നാലും അവർ ജയിക്കും. അങ്ങനെ ഒരു പരിഗണനയും എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. മുകേഷിന് കൊല്ലം സ്വന്തം നാടാണെങ്കിൽ പത്തനാപുരം തനിക്ക് സ്വന്തം നാട് പോലെയാണെന്നായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം. ജയിച്ചു വരുമെന്ന ആത്മവിശ്വാസമാണ് രണ്ടുപേരും പ്രകടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആലുവയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടേറി. ഇടതും വലതും മുന്നണി സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. CPIM ആലുവ ഏരിയ സെക്രട്ടറി V സലീം LDF-ന് വേണ്ടി ജനവിധി തേടുമ്പോൾ സിറ്റിംഗ് MLA അൻവർ സാദത്താണ് UDF-ന് വേണ്ടി അങ്കത്തട്ടിലിറങ്ങിയിരിക്കുന്നത്. മത്സരചിത്രം തെളിഞ്ഞതോടെ ഇരുമുന്നണികളും ശക്തമായ പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിനാൽ ആലുവയിലും പ്രചാരണ രംഗത്ത് LDF ഏറെ മുന്നിലാണ്.
LDF സ്ഥാനാർത്ഥി വി സലീം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13,214 വോട്ട് ഭൂരിപക്ഷം നേടിയ UDFന് 3 വർഷം കഴിഞ്ഞ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം 2086 വോട്ട് മാത്രം. 85% ഇടിവ്. കുടിവെള്ള പ്രശ്നം, ഗതാഗത പ്രശ്നം തുടങ്ങി അടിസ്ഥാന വിഷയങ്ങളിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാത്ത MLAക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ജനങ്ങൾ ഇത്തവണ ഇടതുമുന്നണിക്കായിരിക്കും വോട്ട് ചെയ്യുകയെന്ന് LDF സ്ഥാനാർത്ഥി വി സലീം പറയുന്നു. ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ മണ്ഡലത്തിൽ സമാന്തരമായ റോഡുകൾ നിർമ്മിച്ച് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയെടുത്തിട്ടില്ല. മെട്രോ അങ്കമാലിയിലേക്കും നെടുമ്പാശ്ശേരിയിലേക്കും എയർപോർട്ടിലേക്ക് നീട്ടണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം, അത് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. സിറ്റിംഗ് MLAമാർക്ക് സീറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പത്തിനിടയിൽ ഏറെ വൈകിയാണ് അൻവർ സാദത്തിനെ ആലുവയിലെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിച്ചുവെന്ന ആത്മവിശ്വാസം അൻവർ സാദത്തിനുണ്ടെങ്കിലും മത്സരം ചെറുതല്ലെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ യാതൊരു മടിയും എനിക്കില്ല. മത്സരം ഒരിക്കലും ചെറുതല്ല. അത് സ്ഥാനാർത്ഥി ആരായാലും, പ്രത്യേകിച്ചും CPMൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഞങ്ങളത് നിസ്സാരമായി കാണണമെന്നില്ല. കഴിഞ്ഞ തവണ ആലുവയിൽ മത്സരിച്ച MN ഗോപി തന്നെയാണ് ഇത്തവണയും BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. ആലുവയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം KM ഉമേഷ്. മലയോര മേഖലയിലെ കർഷകരുടെ വികാരം വോട്ടായി മാറുന്ന മണ്ഡലമാണ് ഇടുക്കി നിയമസഭാ മണ്ഡലം. ഒപ്പം കർഷക പാർട്ടി എന്ന അവകാശവാദം ഉന്നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടികൾ തമ്മിൽ നിലനിൽപ്പിന്റെ പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് ഇടുക്കി. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലെ മത്സരം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. ഇടുക്കി നിയമസഭാ മണ്ഡലം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരവേദി. കേരള കോൺഗ്രസുകാർ മുഖാമുഖം മത്സരിക്കുന്നു എന്നതിലുമപ്പുറം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും കേന്ദ്ര പരിസ്ഥിതി നിയമ നിർദ്ദേശങ്ങളും സജീവ ചർച്ചാ വിഷയമാകുന്ന മണ്ഡലം കൂടിയാണ് ഇടുക്കി. ഈ വിഷയമുയർത്തി സമരമുഖത്തുള്ള ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഇടുക്കി രൂപതയുടെയും സ്വാധീനം വരുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. 2011 മുതൽ ഇടുക്കി MLA ആയ റോഷി അഗസ്റ്റിന് ഇതുവരെ ഭൂരിപക്ഷം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് റോഷിയുടെ ആത്മവിശ്വാസം. ഒപ്പം കഴിഞ്ഞ 15 വർഷത്തെ മണ്ഡലത്തിലെ വികസനവും ഇത്തവണ വോട്ടായി മാറുമെന്ന വിശ്വാസവും റോഷി അഗസ്റ്റിനുണ്ട്. വിശ്വസ്തത വർദ്ധിച്ചിട്ടേ ഉള്ളൂ. 13,000 16,000 പിന്നെ 18,000 അടുത്തായി. ഈ കാലയളവിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞൊരു കാലഘട്ടമാണ്. അതൊക്കെ ജനങ്ങളുടെ താല്പര്യത്തിന് നിശ്ചയിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള വലിയ കോൺഫിഡൻസ് അതിലൊരു ജനപ്രതിനിധിക്ക് ആവശ്യം. അതെനിക്ക് ആവോളം ഉണ്ട്. എനിക്ക് ഇടുക്കിയിലെ ജനങ്ങൾ അതുപോലെ വിശ്വാസമാണ്. എന്നാൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന ലക്ഷ്യമായ കർഷക പ്രശ്നം തന്നെയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മുൻപോട്ട് വയ്ക്കുന്ന പ്രചരണ വിഷയം. അപ്പോൾ വലിയ വൻകിട വികസനങ്ങൾ നടത്തി എന്നൊരു വശത്ത് അവകാശപ്പെടുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഇടതുപക്ഷ മതേതര പുരോഗമന പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരേണ്ടത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനനുസൃതമായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ മലയോര ജനത സമരമുഖത്ത് കൈകോർത്തപ്പോൾ ഇവർക്കൊപ്പം ഇരു നേതാക്കളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആരെ പിന്തുണയ്ക്കുമെന്നതറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടി വരും. ലെസ്ലി ജോൺ, ഇടുക്കി.